ഇന്ന് ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് ബംഗളൂരിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ കാരേറ്റ് പുളിമാത്തിന് സമീപത്തുള്ള സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ആ സമയം നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആദ്യമായി അദ്ദേഹം പ്രതികരിച്ചത്. ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് മാത്രം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. മീഡിയയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ തെളിയിച്ച് പുറത്തു വരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു. ആദ്യ പ്രതികരണത്തിന് ശേഷം വീടിന്റെ കഥകടച്ച് അകത്തേക്ക് പോയ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വന്ന മാധ്യമങ്ങളോട് വീണ്ടും സംസാരിക്കുകയുണ്ടായി. താൻ ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല, കോടതി തന്നെ ഈ കേസിൽ ശിക്ഷിച്ചിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട തന്റെ കൈവശമുള്ള എല്ലാ വിവരങ്ങളും പോലീസിനും വിജിലൻസിനും ഒക്കെ തന്നെ അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. ഈ കേസിന്റെ കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ്. ഹൈക്കോടതി ഇതിന് ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എൻ്റെ പക്ഷം, എൻ്റെ ഭാഗം ശരിയോ തെറ്റൊന്ന് കോടതി തീരുമാനിക്കും. അന്വേഷണം നടക്കില്ലേ, ദേവസ്വം വിജിലൻസ് അതിൻ്റെ അന്വേഷണമൊക്കെ നടത്തി അതിൻ്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. ഒരു കാര്യം, വഴിപാട് വസ്തുക്കൾ രജിസ്റ്റർ രേഖപ്പെടുത്താതെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോവുക? അതൊന്നും എൻ്റെ മറുപടി പറയേണ്ടത്. ഈ സ്വർണം പൂശ കൊണ്ടുപോയ പാളി അവിടെ എത്തിയപ്പോൾ 4 കിലോ കുറഞ്ഞതായിട്ട് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാം, ഇതൊന്നും ഇൻവെസ്റ്റിഗേഷനിലേക്ക് കാര്യമാണ്. ഞാൻ കമ്പനിയിൽ എത്തിച്ചതിന്റെ കാര്യം കണക്ക് എല്ലാം നമ്മൾ അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരുന്നത്. കൃത്യമായ തെളിവുകളോടുകൂടിയാണ് പല ആരോപണങ്ങളും പുറത്തു വന്നത്. പക്ഷേ അതിലൊന്നും തന്നെ ഇതുവരെയും അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്ന് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴും അത്തരത്തിലുള്ള, അതായത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഒരു ആരോപണങ്ങൾക്കും അദ്ദേഹം ഒരു പ്രതികരണം പോലും മാധ്യമങ്ങളുടെ മുന്നിൽ ഇതുവരെയും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായിരുന്നാലും വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുളിമാത്ത് നിന്ന് സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്.